السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالًا كثيرًا ونساءً. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും നാം ഏവരെയും ഒരുപോലെ തുറിച്ചു നോക്കുന്ന, കാത്തിരിക്കുന്ന, ഏറെ ഗൗരവം നിറഞ്ഞ, ഏറെ നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് മരണമെന്നത്. നാം ഏവരെയും കാത്തിരിക്കുന്ന, ഒരാൾക്കും രക്ഷപ്പെട്ടോടാൻ സാധ്യമല്ലാത്ത കാര്യമാണത്. അല്ലാഹുവിൻ്റെ കിതാബിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും അതേക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, അതേക്കുറിച്ച് സ്മരണയുണ്ടാക്കുന്ന ഒട്ടനവധി പാഠങ്ങൾ വന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ ഗൗരവപ്പെട്ട കാര്യത്തെക്കുറിച്ച്, ഈ മഹാ അപകടത്തെക്കുറിച്ച് മനുഷ്യരിൽ ഭൂരിഭാഗം പേരും അശ്രദ്ധയിൽ, അതേക്കുറിച്ച് ഓർമ്മയില്ലാതെ കഴിയുകയാണ്. ആളുകളുടെ ജീവിതവും അവരുടെ നടപ്പും അവരുടെ പ്രവർത്തനങ്ങളും കണ്ടാൽ അവർക്ക് ഈ ലോകത്ത് അല്ലാഹു എന്നെന്നും ജീവിക്കും എന്ന് ഉറപ്പ് നൽകിയതുപോലെ ആണ് നമുക്ക് തോന്നിപ്പോവുക. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, എന്താണ് മൗത്തെന്ന, മരണമെന്ന ഗൗരവകരമായ കാര്യം? സഹോദര, നീ എന്താണ് അതിനെക്കുറിച്ച് ധരിച്ചു വച്ചിട്ടുള്ളത്? എന്താണ് നീ അതിനെക്കുറിച്ച് പഠിച്ചു വച്ചിട്ടുള്ളത്? മരണവും അതിനുശേഷമുള്ള കാര്യങ്ങളും എന്തായിരിക്കുമെന്നാണ് നീ മനസ്സിൽ സങ്കല്പിച്ചിട്ടുള്ളത്? അല്ലാഹു അക്ബർ. മനുഷ്യനെ ഈ ലോക ജീവിതത്തിൽ നിന്ന് പരലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്, പരലോകത്തേക്കുള്ള യാത്രയിലെ ആദ്യത്തെ ഇടത്താവളമായ ഖബറിലേക്ക് അവനെ കൊണ്ടുപോകുന്ന കാര്യം അത് മരണമാണ്. ഒരാൾ മരിച്ചു കഴിയുന്നതോടെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഖിയാമത്ത് അതോടെ ആരംഭിക്കുകയാണ്. അവൻ്റെ പരലോക ജീവിതം അതോടെ തുടങ്ങുകയാണ്. അവൻ്റെ കണക്കെടുപ്പ് അതാ മരണത്തോടെ ആരംഭിക്കുകയായി. എന്നിട്ട് ഖബറിൽ ഒന്നുകിൽ അവന് സുഖജീവിതമാണ്. ഏതൊരു മനുഷ്യൻ്റെയും ഖബർ ഒന്നുകിൽ സ്വർഗത്തോപ്പുകളിൽ ഒരു തോപ്പാണ്, അല്ലെങ്കിൽ നരകക്കുഴികളിൽ ഒരു കുഴിയാണ്. ഇതല്ലാതെ ഒരു ഖബറും ലോകത്തൊരു മനുഷ്യനുമില്ല. പ്രിയമുള്ളവരെ, ഈ ലോക ജീവിതവും പരലോക ജീവിതവും തമ്മിൽ വേർതിരിക്കുന്ന അതിൻ്റെ വേലിയാണ് യഥാർത്ഥത്തിൽ മരണമെന്ന് പറയുന്നത്. പ്രവർത്തനങ്ങളും അതിൻ്റെ പ്രതിഫലവും, ഇത് രണ്ടും തമ്മിൽ വേർതിരിക്കുന്ന അതിർവരമ്പ് മരണമാണ്. ഈ ലോക ജീവിതം ഇവിടെ മാത്രമേ നിനക്ക് പ്രവർത്തനത്തിന്, പണിയെടുക്കാൻ, നല്ലത് പറയാനും ചെയ്യാനും
അതല്ലെങ്കിൽ മോശമായത് പറയാനും ചെയ്യാനും നഊദു ബില്ലാഹ് അവസരമുള്ളൂ. മരണത്തോടെ ആ അവസരം അവസാനിക്കുകയാണ്. അൽ യൗമ അമൽ, ഈ ഇന്നാണ് പ്രവർത്തനം, നാളെ ജസാ ആണ്, അതിനുള്ള പ്രതിഫലമാണ്. ഇന്ന് പ്രതിഫലമില്ല, നാളെ അമലുമില്ല. നാളെ ഒരു അമൽ ചെയ്യാൻ, ഒരു പ്രവർത്തനവും പ്രവർത്തിക്കാൻ ഒരാൾക്കും യഥാർത്ഥത്തിൽ സാധ്യമല്ല. തിന്മയിലാണോ ഒരുവൻ ജീവിച്ചത്, മരണത്തോടെ തിരുത്താനുള്ള അവസരം അവന് നഷ്ടപ്പെടുകയായി. പിന്നെ അത് തിരുത്തി മാപ്പ് പറഞ്ഞ് നല്ല പ്രവർത്തനങ്ങളിലേക്ക് മാറാൻ അവന് അവസരമില്ല, മാപ്പപേക്ഷിക്കാനുള്ള അവസരമില്ല. നന്മയാണ് അവൻ ചെയ്തത് എങ്കിൽ ആ നന്മയിൽ ഒന്നുപോലും അധികം ചെയ്യാൻ, ഒരു നന്മ പോലും അധികം ചെയ്യാൻ മരണത്തോടെ അവസരം നഷ്ടപ്പെടുകയാണ്. ഒരു തിരിച്ചുപോക്കിന്, മടങ്ങിവരവിന് അവസരമില്ല. അവൻ വിലപിക്കും, റബ്ബിർജിഊൻ, ഒന്ന് മടക്കിത്തരൂ റബ്ബേ, ഒന്ന് മടക്കിത്തരൂ. ഒരൽപ്പം പ്രവർത്തനങ്ങൾ ഞാൻ വിട്ടേച്ചു പോന്ന, ഞാൻ ചെയ്യാതെ വിട്ട സൽപ്രവർത്തനങ്ങൾ ഒന്ന് ചെയ്തോട്ടെ. കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. ഇല്ല, അതവൻ പറയുന്ന ഒരു വെറും വർത്തമാനം മാത്രമാണ്, അത് നടക്കാൻ പോകുന്നില്ല. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. ഇനി ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ അവനെ കാത്തിരിക്കുന്നത് ബർസഖാണ്, ഈ ലോകത്തിനും പരലോകത്തിനും ഇടയിലുള്ള മറയാണ്, ഖബർ ജീവിതമാണ് അവനെ കാത്തിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, തിന്മയിൽ നിന്ന് തൗബ ചെയ്യാൻ അവസരമില്ലാത്ത, ഒരു നന്മ പോലും അധികമായി ചെയ്യാൻ അവസരമില്ലാത്ത ആ നാളിലേക്ക് വേണ്ടി എന്താണ് നാം ഒരുക്കി വെച്ചിട്ടുള്ളത്? മരണത്തോടെ ഓരോ മനുഷ്യനെയും അത് ഖബറിലേക്ക് എടുത്തു വെക്കുകയാണ്. ആ കുഴിയിൽ നമ്മുടെ മുൻഗാമികൾ അത് കണ്ടാൽ പേടിച്ച് കരയുമായിരുന്നു. അവർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയപ്പെട്ടത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാൽ അദ്ദേഹത്തിന്റെ താടിരോമങ്ങൾ നനയുമാറ് കരയുമായിരുന്നു. ആളുകൾ ചോദിക്കും, സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറയപ്പെട്ടാൽ നിങ്ങൾ ഇങ്ങനെ കരയുന്നത് ഞങ്ങൾ കാണാറില്ലല്ലോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഖബറാണ് അവ്വലു മൻസിലിൻ മിൻ മനാസിൽ ആഖിറ. പരലോക യാത്രയിൽ ഇറങ്ങാനുള്ള ഇടത്താവളങ്ങളിൽ ആദ്യത്തെ ഇടത്താവളം, ആദ്യത്തെ മൻസിൽ അത് ഖബറാണ്. അവിടെ ഒരാൾ രക്ഷപ്പെട്ടാൽ അങ്ങോട്ടുള്ള ജീവിതത്തിൽ മുഴുവൻ അവരുടെ രക്ഷയാണ്. അവിടെ ഒരാളുടെ കാര്യം മോശമാണ് എങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ളത് അതിനേക്കാൾ മോശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏത് ഭീതിപ്പെടുത്തുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ടോ അതിനേക്കാൾ ഭീതിപ്പെടുത്തുന്നതാണ്, എല്ലാ ഭീതിപ്പെടുത്തുന്ന കാഴ്ചയേക്കാൾ ഭയപ്പെടുത്തുന്ന കാഴ്ചയാണ് ഖബറിലെ കാഴ്ച എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മെ കഫൻ പുടവയിൽ പൊതിഞ്ഞ് കുളിപ്പിച്ച് ആളുകൾ അവരുടെ ചുമലുകളിൽ കൊണ്ടുപോയി വെക്കുന്ന ആ ഖബർ, ആ ജീവിതം അതാ മരണത്തോടെ ആരംഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് നാം നിരന്തരം ദിനേന നമുക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എത്ര പേരെ, എത്ര ആളുകളെ നമ്മുടെ മുന്നിൽ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. എത്ര ആളുകൾ കുളിപ്പിച്ചവർ, എത്ര മയ്യിത്തുകൾ കുളിപ്പിച്ചവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ കഫൻ പുതപ്പിക്കലിലും മയ്യിത്ത് നിസ്കാരത്തിലും മയ്യിത്ത് കട്ടിൽ ചുമലിലേറ്റി പോയവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ ഗുണപാഠം ഉൾക്കൊള്ളുന്നവർ, ആലോചിക്കുന്നവർ, അതേക്കുറിച്ച് ചിന്തിച്ച് ജീവിതം മാറ്റിയ ആളുകൾ എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേക്കുറിച്ച് ഓർക്കാൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് അൽ മൗത്ത്. അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. എല്ലാ സുഖ സൗകര്യങ്ങളെയും എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തിന്റെ സ്മരണ, അതേക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾക്ക് ധാരാളമായി ഉണ്ടാകട്ടെ, അതേക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം അത് മരുന്നില്ലാത്ത രോഗമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ രോഗങ്ങൾക്കെല്ലാം മരുന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്, മരുന്നിറക്കിയിട്ടുണ്ട്. പക്ഷെ മരണത്തിന്
മരുന്നില്ല, വാർദ്ധക്യത്തിന് മരുന്നില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്ക് കാണാം, ഈ ലോകത്തൊരാൾ എത്ര സുഖ സൗകര്യങ്ങളിൽ ജീവിച്ചാലും, എത്ര പണവും അധികാരവും എല്ലാ സൗകര്യങ്ങളും ഒരാൾക്ക് ഉണ്ടായാലും, രണ്ട് കാര്യങ്ങൾ അവനെ തുറിച്ചു നോക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ അവനെ അനുഭവിക്കാതിരിക്കാൻ സാധ്യമല്ല. ആ രണ്ട് കാര്യങ്ങൾ ദുനിയാവിലെ ഏത് സുഖങ്ങൾക്കിടയിലും കല്ലുകടി ഉണ്ടാക്കും. നീ അതേക്കുറിച്ച് ഓർത്താൽ ദുനിയാവിലെ ഒരു സുഖവും നിനക്ക് അമിതമായ ഒരു ആഹ്ലാദത്തോടെ ആസ്വദിക്കാൻ സാധ്യമല്ല. ഒന്ന് വാർദ്ധക്യവും, രണ്ടാമത്തത് മരണവുമാണ്. എത്ര പണമുണ്ടായാലും എത്ര അധികാരമുണ്ടായാലും വയസ്സാവുക എന്ന കാര്യം, തല നരക്കുക, തൊലി ചുളിയുക, എല്ലുകൾ ദുർബലമാവുക, ആ കാര്യം അവരെ കാത്തിരിക്കുന്നുണ്ട്. ഒരാൾക്കും അത് തടയാൻ സാധ്യമല്ല. അത് തടയാൻ പണം കൊണ്ട് സാധിക്കുമായിരുന്നെങ്കിൽ പണക്കാർക്ക് വാർദ്ധക്യം ബാധിക്കുമായിരുന്നില്ല. അധികാരികൾക്കും രാജാക്കന്മാർക്കും ചക്രവർത്തികൾക്കും അത് സാധിക്കുമായിരുന്നുവെങ്കിൽ അവർ മരിക്കുമായിരുന്നില്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ല, അങ്ങനെ ഒരാൾക്കും സംഭവിക്കുകയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉസാമത്ത് ഇബ്നു ശരീഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം, തദാവു ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ ചികിത്സിച്ചു കൊള്ളുക, രോഗം വന്നാൽ ചികിത്സിച്ചു കൊള്ളുക. فإن الله عز وجل لم ينزل داء إلا أنزل معه شفاء. അല്ലാഹു ഏതേത് രോഗമിറക്കിയാലും അതിന് ശമനവും ഇറക്കിയിട്ടുണ്ട്, അതിന് മരുന്നും ഇറക്കിയിട്ടുണ്ട്. ഇല്ലൽ മൗത വൽ ഹറം, മരണമൊഴികെ, വാർദ്ധക്യമൊഴികെ എല്ലാവരെയും അത് തുറിച്ചു നോക്കുന്നു, എല്ലാവരെയും അത് കാത്തിരിക്കുന്നു. കുട്ടികളെന്നോ യുവാക്കളെന്നോ ആണെന്നോ പെണ്ണെന്നോ അധികാരമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ല. അല്ലാഹുവിന്റെ റസൂലുകൾ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, നബിമാർ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ പിന്നെ ആർക്കാണ് ഈ ലോകത്ത് ശാശ്വത ജീവിതം ലഭിക്കുക? ഒരാൾക്കും കിട്ടുകയില്ല. അല്ലാഹു പറഞ്ഞത് നോക്കൂ നിങ്ങൾ, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. ഓ നബിയെ, അങ്ങ് മരിച്ചു പോകും. വ ഇന്നഹും മയ്യിതൂൻ, അവരും മരിക്കും. ثم إنكم يوم القيامة عند ربكم تختصمون. പിന്നെ പരലോകത്ത് നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ അരികിൽ പരസ്പരം തർക്കിക്കുന്നതാണ്. ഈ ലോകത്തെ എല്ലാ തർക്കങ്ങളും, എല്ലാ വാദപ്രതിവാദങ്ങളും, എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ റബ്ബിന്റെ മുന്നിൽ വരുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാടുകൾ പരസ്പരം കൊമ്പ് കോർക്കുന്നത് കണ്ടപ്പോൾ ഒരു സഹാബിയോട് ചോദിച്ചു, നിനക്കറിയുമോ അത് തമ്മിൽ എന്തിനാണ് ഈ കൊമ്പ് കോർക്കുന്നത് എന്ന്, എന്തിനാണ് ഈ തല്ലുകൂടുന്നത് എന്ന്? അദ്ദേഹം പറഞ്ഞു, ഇല്ല, അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ റബ്ബിനറിയാം. റബ്ബ് അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ്, അള്ളാഹു അവർക്കിടയിലും വിധി പറയുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹു ചോദിച്ചതുപോലെ, അഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ, നബിയെ, താങ്കൾ മരിക്കുകയും അവർ ശാശ്വതരായി ഇവിടെ ജീവിക്കുകയുമോ? നോക്കൂ, അള്ളാഹുവിന്റെ നബിമാർ അവർ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, മൗത്ത് അവരെ പിടികൂടിയിട്ടുണ്ട് എങ്കിൽ പിന്നെ ആർക്കാണ് ഇവിടെ ശാശ്വത ജീവിതമുള്ളത്? ഒരാൾക്കുമില്ല. എവിടെയായിരുന്നാലും, നീ എവിടെ പോയി ഒളിച്ചാലും, ഏത് കോട്ടകൾക്കുള്ളിലായാലും അത് നിന്നെ പിടികൂടും. അള്ളാഹു പറഞ്ഞു, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്, നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ കണ്ടെത്തും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, ഭദ്രമായി കെട്ടിയ കോട്ടകൾക്കുള്ളിലാണ് നിങ്ങളെങ്കിൽ പോലും. ഖുൽ ഇന്നൽ മൗത അല്ലദീ തഫറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. قل പറയൂ നബിയേ, إن الموت الذي تفرون منه, ഏതു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടിപ്പോകുന്നത്, فإنه ملاقيكم, അത് നിങ്ങളെ കണ്ടുമുട്ടുന്നതാണ്, അത് നിങ്ങളെ മുഖാമുഖം കാണുന്നതാണ്. ثم تردون إلى عالم الغيب والشهادة, അത് കഴിഞ്ഞാൽ രഹസ്യവും പരസ്യവും അറിയുന്ന, ദൃശ്യവും അദൃശ്യവും അറിയുന്ന അള്ളാഹുലേക്ക് നിങ്ങൾ തിരിച്ചു പോകും. ഫയുനബ്ബിഉകും, അവൻ നിങ്ങൾക്ക് അന്ന് വിവരം അറിയിച്ചു തരും. ബിമാ കുൻതും തഅമലൂൻ, എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു, അള്ളാഹു നിങ്ങളെ അറിയിക്കും, അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് നൽകും. പ്രിയ സഹോദരങ്ങളെ, ഏതൊരാളുടെയും മരണം എന്ന് പറയുന്നത് നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞ കാര്യമാണ്. ഇതാ ഈ സദസ്സിലിരിക്കുന്ന ഓരോ കൊച്ചുകുട്ടിയുടെയും, ഓരോ പ്രായമുള്ളവരുടെയും, യുവാക്കളുടെയും, പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ആയുസ്, മരണത്തിന്റെ നേരം, മലക്കുൽ മൗത്ത് നിന്റെ റൂഹ് ഏറ്റെടുക്കാൻ തന്റെ സൈന്യവുമായി വരുന്ന നേരം, ആ നിമിഷം ഏതാണ്?
അത് രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, അത് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്ത് നിന്ന് ഒരു നിമിഷം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളും പോവുകയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളും നീങ്ങിപ്പോവുകയില്ല. فإذا جاء أجلهم لا يستأخرون ساعة ولا يستقدمون. فإذا جاء أجلهم അവരുടെ ആയുഷെത്തിയാൽ لا يستأخرون ساعة, ഒരൊറ്റ നേരം, ഒരു ചെറിയ സമയം പോലും പിന്നോട്ടാവുകയില്ല. ولا يستقدمون, മുന്നോട്ടുമാവുകയില്ല. لكل أجل كتاب, لكل أجل كتاب. അല്ലാഹു പറഞ്ഞു ഓരോ അവധിക്കും ഓരോ ആയുഷിനും അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരു രേഖ നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാഹു അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയില്ല. അല്ലാഹു മലക്കുൽ മൗത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ആ മലക്കുൽ മൗത്തിന്, മരണത്തിന്റെ മലക്കിന് അല്ലാഹു സൈന്യത്തെ ഏൽപ്പിച്ചു നൽകിയിരിക്കുന്നു. ഒരു നിമിഷം അതേ സമയത്ത് തന്നെ ലോകത്തെത്ര പേരുടെ റൂഹ് ഏറ്റെടുക്കാനും പിടിക്കാനും ആ മലക്കിന് യാതൊരു പ്രയാസവുമില്ല. എല്ലാത്തിനും കഴിവുള്ളവനായ റബ്ബ് ആ മലക്കിന് ആളുകളുടെ റൂഹ് ഏറ്റെടുക്കുക എന്നത് ആ രൂപത്തിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. പറയൂ നബി, നിങ്ങളുടെ കാര്യം ഏൽപ്പിക്കപ്പെട്ട മലക്ക് നിങ്ങളുടെ റൂഹ് പിടിക്കുന്നതാണ്, നിങ്ങളെ മരിപ്പിക്കുന്നതാണ്. പിന്നീട് നിങ്ങളുടെ റബ്ബിലേക്കാണ് നിങ്ങൾ തിരിച്ചു പോവുക. ആ മലക്കിന് സഹായികളുണ്ട്, സൈന്യമുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് തവഫത്ഹു റുസുലുനാ വഹും ലാ യുഫർരിതൂൻ. നമ്മുടെ ദൂതന്മാരായ മലക്കുകൾ റൂഹ് പിടിക്കുന്നതാണ്. റൂഹ് പിടിക്കുക മലക്കുൽ മൗത്താണ്. പക്ഷെ ആ മലക്കുൽ മൗത്തിന് ധാരാളം സഹായികളുണ്ട്. നോക്കൂ, ഇതിൽ പ്രായത്തിൽ വ്യത്യാസമില്ല. ഒരു വീട്ടിൽ പ്രായമുള്ള ആളുകൾ ഉണ്ടാകും, രോഗികൾ ഉണ്ടാകും. പക്ഷെ അവർക്കൊക്കെ ഇടയിൽ നിന്ന് മരണം പിടികൂടുന്നത് ചിലപ്പോൾ ആ വീട്ടിലെ ചെറുപ്പക്കാരനായ ഒരു രോഗവുമില്ലാത്ത വളരെ പ്രായം കുറഞ്ഞ ഒരാളെ ആയിരുന്നേക്കാം. ചിലപ്പോൾ ചില രോഗികളോട് ഡോക്ടർമാർ പറയും, രോഗിയെക്കുറിച്ചൊരു ഡോക്ടർ പറയുകയാണ്, ഇയാളിന് ചിലപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ജീവിക്കാൻ സാധ്യതയുള്ളൂ, പെട്ടെന്ന് മരിച്ചു പോകും, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളൂ. ചിലപ്പോൾ അയാൾ സുദീർഘമായ കാലം ആ രോഗി ജീവിക്കുകയും ഈ പറഞ്ഞ ഡോക്ടർ അയാളെക്കാളും മുന്നേ മരിച്ചു പോവുകയും ചെയ്തേക്കാം. അള്ളാഹുവിന് മാത്രമാണ് അതിൻ്റെ സമയം അറിയുക. റബ്ബിനല്ലാതെ അതറിയുകയില്ല. നമുക്കറിയുകയില്ല നാം എന്നു മരിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷെ എന്നാണത്, ഏത് ദിവസമാണത്, ഏത് സമയത്താണത് സംഭവിക്കുക നമുക്കറിയില്ല. ഒരു നഫ്സിന് ഒരാൾക്കും അറിയുകയില്ല ഏത് ഭൂമിയിൽ വെച്ചാണ് അത് മരണപ്പെടുക എന്ന്, ഏത് നാട്ടിൽ മരിക്കുമെന്ന്. നോക്കൂ നിങ്ങൾ, ഏത് നാട്ടിൽ മരിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സമയത്തെക്കുറിച്ച് പറഞ്ഞതിനേക്കാൾ നിസ്സാരമായ കാര്യമാണ്. കാരണം ഒരാൾ ഒരു നാട്ടിൽ തന്നെ ജീവിക്കുന്നു, മറ്റെവിടെയും പോകുന്നില്ല. ഉദാഹരണത്തിന് പ്രായമുള്ള ചില സ്ത്രീകളെ പോലെ അവരവരുടെ നാട്ടിൽ, അവരുടെ വീട്ടിൽ അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. എങ്ങോട്ടും പോകാൻ യാതൊരു സാധ്യതയുമില്ല. പക്ഷേ അള്ളാഹു പറഞ്ഞത് ഏത് ഭൂമിയിൽ വെച്ച് മരിക്കുമെന്നറിയില്ല എന്നാണ്. ഒരു സാധ്യതയുണ്ട്, നമുക്ക് ആ നാട്ടിൽ തന്നെ ആ ആൾ മരിക്കാനേ സാധ്യതയുള്ളൂ, മറ്റെവിടെയെങ്കിലും ആകാൻ സാധ്യത കുറവാണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ അത് ഉറപ്പില്ല, അതിൽ യാതൊരു ഉറപ്പുമില്ല. മരിക്കാനായി അള്ളാഹു നിശ്ചയിച്ച സ്ഥലമേതോ ആ സ്ഥലത്ത് അയാൾ എത്തിച്ചേരും. എങ്കിൽ സുബ്ഹാനല്ലാഹ്, സമയത്തിന്റെ കാര്യം ഇതിനേക്കാൾ അത്ഭുതമാണ്. ഒരാൾക്കും അത് പറയാൻ സാധ്യമല്ല. ഏത് വർഷം, ഏതു മാസം, ഏത് സമയം നമുക്ക് പറയുക സാധ്യമല്ല. എപ്പോൾ മരിച്ചാലും പ്രിയമുള്ളവരെ, ഒരാൾ മരിക്കുന്നത് അള്ളാഹു അവന് നിശ്ചയിച്ച സമയത്താണ്. അള്ളാഹു അവന് നിശ്ചയിച്ച ആയുസ് പൂർത്തിയാക്കിയിട്ടല്ലാതെ ഒരാളും മരിക്കുകയില്ല. അള്ളാഹു അവന് നിശ്ചയിച്ച റിസ്ക് മുഴുവൻ, ഈ ലോകത്ത് നിശ്ചയിച്ച ഉപജീവനമെന്തോ, അവന്റെ ഭക്ഷണമെന്തോ, അവൻ കുടിക്കുന്ന പാനീയമെന്തോ, അതിലൊരു തുള്ളി പോലും അള്ളാഹു അവന് രേഖപ്പെടുത്തിയത് അനുഭവിക്കാതെ, കഴിച്ചു തീർക്കാതെ മരിക്കാൻ ഒരാൾക്കും കഴിയില്ല. അവന്റെ അമലും അതെ, അവന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു നിശ്ചയിച്ചത് മുഴുവൻ ചെയ്തു തീർക്കാതെ മരിക്കാൻ അവന് സാധ്യമല്ല. ഇതെല്ലാം നേരത്തെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അവൻ എങ്ങനെ മരിച്ചാലും, അവൻ കുഴഞ്ഞു വീണ് മരിച്ചാലും, അവൻ ഹൃദയസ്തംഭനം വന്ന് മരിച്ചാലും, അവൻ മുങ്ങി മരിച്ചാലും, കത്തി നശിച്ചാലും, നസ്അലുല്ലാഹി അൽ-ആഫിയ വസ്സലാമ, എങ്ങനെ മരിച്ചാലും അവൻ മരിച്ചത് പ്രിയമുള്ളവരെ അകാലത്തിലല്ല, മറിച്ച് അള്ളാഹു നിശ്ചയിച്ച കാലത്താണ് അവൻ മരിച്ചത്. അവൻ നേരത്തെ പോയിട്ടില്ല, അവൻ വൈകി പോയിട്ടുമില്ല.
അള്ളാഹു അവനെ നിശ്ചയിച്ച സമയത്ത് മാത്രമാണ് അവൻ പോയത്. ഏത് കാരണം കൊണ്ട് മരിച്ചാലും വമാ കാന ലിനഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹി കിതാബൻ മുഅജ്ജല വമൻ യുരിദ് സവാബ അദ്ദുനിയ നുഅ്തിഹി മിൻഹാ വമൻ യുരിദ് സവാബ അൽആഖിറതി നുഅ്തിഹി മിൻഹാ വസനജിസി ശാകിരീൻ. ഒരാൾക്കും അള്ളാഹു നിശ്ചയിച്ച അവധിയിലല്ലാതെ നേരത്തല്ലാതെ മരിക്കുക സാധ്യമല്ല, അള്ളാഹുവിന്റെ അനുമതിയോടെ അല്ലാതെ, അള്ളാഹു നിശ്ചയിച്ച സമയത്തല്ലാതെ. അതുകൊണ്ട് ദുനിയാവ് ആരാണോ ഉദ്ദേശിക്കുന്നത് അവന് ദുനിയാവിന്റെ പ്രതിഫലത്തിൽ നിന്ന് നാം നൽകും. പരലോകം ആഗ്രഹിക്കുന്നത് ആരാണോ പരലോക പ്രതിഫലം നാം നൽകും. വസനജിസി ശാകിരീൻ, നന്ദിയുള്ള ആളുകൾക്ക് നാം പ്രതിഫലമേകുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, അതേക്കുറിച്ച് ധാരാളമായി ഓർക്കുക. നാം നമ്മുടെ മരണം നന്നാകട്ടെ, അന്ത്യം നന്നാകട്ടെ. നീ എങ്ങനെയാണോ ജീവിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നിന്റെ മരണം. നിന്റെ മരണം എങ്ങനെയാണോ അങ്ങനെയായിരിക്കും നീ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അതുകൊണ്ട് മരിക്കുന്ന സമയം നന്നായി തീരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. പ്രവർത്തനങ്ങളെല്ലാം അന്ത്യം എങ്ങനെയാണോ അതിനനുസരിച്ചാണ്. അന്ത്യം എങ്ങനെയാണോ അതിനനുസരിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത യുശ്രികു ബില്ലാഹി ശൈഅൻ ദഖലൻ നാർ വമൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈഅൻ ദഖലൽ ജന്ന. ആരാണോ അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് മരിച്ചത്, ശിർക്കിലായി കൊണ്ട് മരിച്ചത്, അവൻ നരകത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അവന്റെ സങ്കേതം നരകമാണ്. വമൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈഅൻ ദഖലൽ ജന്ന. അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ മരിച്ചവൻ സ്വർഗത്തിലാണ്. ഒന്നുകിൽ അള്ളാഹു അവന്റെ പാപങ്ങൾ നേരെ പുറത്തു കൊടുത്ത് അവനെ സ്വർഗത്തിലാക്കിയേക്കാം, അതല്ല എങ്കിൽ അവന്റെ ഒടുവിലത്തെ സങ്കേതം അവൻ ചെയ്ത തിന്മകൾക്ക് ശിക്ഷ അനുഭവിച്ചതിന് ശേഷം സ്വർഗമാകും. അള്ളാഹുൽ പങ്കു ചേർക്കാതെ മരിച്ചാൽ അവൻ സ്വർഗത്തിലാണ്, അള്ളാഹുൽ പങ്കു ചേർത്തു മരിച്ചാൽ അവൻ നരകത്തിലാണ്. സുബ്ഹാനല്ലാഹ്. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് മരണസമയത്ത് അമൽ മോശമാകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരുവനെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു അവന് നല്ല അന്ത്യം നൽകും. നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ച് അതിലായി മരിക്കാൻ അള്ളാഹു ഒരാൾക്ക് തൗഫീഖ് നൽകും. അതിനുവേണ്ടി നന്നായി ദുആ ചെയ്യുക. അള്ളാഹുവിന്റെ നബിമാർ അവരുടെ മക്കളോട്, പ്രിയമുള്ളവരോട് വസിയത്ത് ചെയ്ത കാര്യമാണ്. വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളോട്, അതുപോലെ യാക്കൂബ് അലൈഹിസ്സലാം മക്കളോട്, നബിമാരായ മക്കളുണ്ട് അവരോട് വസിയത്ത് നൽകിയ കാര്യമാണ് ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ. അല്ലാഹു ഈ ദീൻ നിങ്ങൾക്ക് തിരഞ്ഞെടുത്തു തന്നിരിക്കുന്നു. അതുകൊണ്ട് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത്. ഈമാനിൽ ഇസ്ലാമിലായി മരിക്കാൻ റബ്ബിനോട് ദുആ ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ നന്നാക്കുകയും ചെയ്യുക. സഹോദരിമാരെ, ശ്രദ്ധിക്കുക. ഇസ്ലാം നിങ്ങളോട് പറഞ്ഞ, അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ച വേഷവിധാനങ്ങളിൽ, അള്ളാഹു പഠിപ്പിച്ച മര്യാദകളിൽ ജീവിക്കാതെ ഔറത്തുകൾ വെളിപ്പെടുത്തി അന്യപുരുഷന്മാരോട് യാതൊരു മറയും നിയന്ത്രണവുമില്ലാതെ ഇടകലർന്ന് അങ്ങനെ ജീവിച്ച് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത രൂപത്തിലാണ് മരിക്കുന്നതെങ്കിൽ ആരുടെ കൂടെയായിരിക്കും പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് ചിന്തിച്ചു നോക്കൂ. ആരെല്ലാം ഇപ്പോൾ നിങ്ങളെ പ്രശംസിച്ചാലും അല്ലെങ്കിൽ പരിഹസിച്ചാലും അതൊന്നുമല്ല യഥാർത്ഥത്തിൽ പരലോകത്ത് നിങ്ങളെ ബാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ജനങ്ങളുടെ സംസാരം അത് നമുക്കുള്ള പ്രശംസയാകട്ടെ, അതല്ല ആക്ഷേപമാകട്ടെ, ഇതല്ല പരലോകത്ത് നമ്മുടെ മുന്നിൽ വരുന്നത്. പരലോകത്ത് നമ്മുടെ മുന്നിൽ വരുന്നത്, നമ്മുടെ വലത്തും ഇടത്തും വരുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളാണ്. മുന്നിൽ കാണാനുള്ളത് നരകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അതുകൊണ്ട് നരകത്തെ ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും നിങ്ങൾ തടുത്തുകൊള്ളുക, ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും. അള്ളാഹുവിനെ സൂക്ഷിക്കുക. നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ, വാക്കുകളിൽ, പ്രവർത്തനങ്ങളിൽ, വേഷവിധാനങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക. പ്രിയമുള്ളവരെ, അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ അതിന് സഹായിക്കുമാറാകട്ടെ. ഈമാനോടെ ഇസ്ലാമിലായിക്കൊണ്ട് മരിക്കാൻ, സാലിഹീങ്ങളുടെ കൂടെ ചെന്നുചേരാൻ റബ്ബവന്റെ മഹത്തരമായ തൗഫീഖിനാൽ എനിക്കും നിങ്ങൾക്കും സഹായമേകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു പവിത്രമാക്കിയ മാസങ്ങളിൽ ഒന്ന്, ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിവസങ്ങൾ ഉൾക്കൊള്ളുന്ന
ദുൽഹിജ്ജ, ഹജ്ജിന്റെ മാസം ഇതാ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ദുൽഹിജ്ജ, അതിൽ ആദ്യത്തെ 10 ദിനങ്ങൾ എന്ന് പറയുന്നത് ഒരു വർഷത്തെ ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിനങ്ങളാണ്. ഈ ദീനിലെ ഉമ്മഹാത്തുൽ ഇബാദാത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകൾ ഒരുമിച്ച് ചേരുന്ന ദിവസങ്ങളാണ്. ഹജ്ജ്, നോമ്പ്, നിസ്കാരവും സക്കാത്തും അത് നിർവഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ദിവസങ്ങളിൽ കൊടുക്കുമ്പോൾ അതും, ഇങ്ങനെ എല്ലാ ഇബാദത്തുകളും ഒരുമിച്ച് ചേരുന്ന ശ്രേഷ്ഠമായ ദിനങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേക്കുറിച്ച് പറഞ്ഞു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മാ മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ് വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലാഹുവിന് അവങ്കൽ ഏറ്റവും മഹത്തരമായ ദിനങ്ങൾ മറ്റൊന്നുമില്ല ഈ 10 ദിനങ്ങളെ പോലെ. അതുകൊണ്ട് ഫഅക്സിറൂ ഫീഹിന്ന മിനൽ തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്, ആ ദിനങ്ങളിൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ് എന്നിങ്ങനെ അല്ലാഹുവിന് തഹ്ലീലും തക്ബീറും തഹ്മീദും വർദ്ധിപ്പിച്ചു കൊള്ളുക. അമലുകൾ സാധ്യമായതെല്ലാം പ്രിയമുള്ളവരെ വർദ്ധിപ്പിക്കേണ്ട ദിനങ്ങളാണിത്. അല്ലാഹുവിനെ ദിക്ർ ചെയ്യേണ്ട ദിനങ്ങൾ. അതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് അല്ലാഹു നിർബന്ധമാക്കിയ അമലുകൾ അതിൻ്റെ നിഷ്ഠയോടെ ചെയ്യാനാണ്. 5 നേരത്തെ നിസ്കാരങ്ങൾ അതിൻ്റെ വഖ്ത് പോയി പോകാതെ, ജമാഅത്ത് വിട്ടുപോകാതെ നിർവഹിക്കാൻ ഏറ്റവും ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞാൽ അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഏറ്റവും ശ്രദ്ധിക്കുക. അല്ലാഹു പവിത്രമാക്കിയ 4 മാസങ്ങളെ കുറിച്ച് സൂറത്തു തൗബയിൽ അവൻ ഓർമ്മപ്പെടുത്തിയപ്പോൾ അവൻ പറഞ്ഞത് കാണാം, ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, ഈ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിക്കരുത്. സ്വന്തത്തോട് ചെയ്യുന്ന അതിക്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിന്മകൾ, പാപങ്ങൾ. അത് നോക്കൂ, നല്ല നാളുകളിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഗൗരവം വർദ്ധിക്കും. നല്ല നാളുകളിൽ, നല്ല ഇടങ്ങളിൽ നന്മ ചെയ്യുമ്പോൾ അതിൻ്റെ മഹത്വം വർദ്ധിക്കുമെന്നതുപോലെ തിന്മകൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഗൗരവം വർദ്ധിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഈ 10 ദിനങ്ങളിൽ പ്രത്യേകിച്ച് അള്ളാഹു നിർബന്ധമാക്കിയത് വിട്ടുപോകാതിരിക്കാൻ ഏറെ ശ്രദ്ധിക്കുക. അതാണ് നീ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു ഹറാമാക്കിയത് ചെയ്യാതിരിക്കാൻ ഏറ്റവും ശ്രദ്ധിക്കുക. കാരണം അതിലാണ് നിന്റെ രക്ഷയും നിനക്കുള്ള ശിക്ഷയും അതിലാണ്, അതിനെ ആസ്വദിച്ചാണ് ഇരിക്കുന്നത്. നസ്അലുല്ലാഹൽ ആഫിയ വസ്സലാമ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ നിർബന്ധമാക്കാത്തൊരു കാര്യം ചെയ്യാത്തതിന് നിന്നെ ശിക്ഷിക്കുകയില്ല. അവൻ ഹറാമാക്കാത്തൊരു കാര്യം ചെയ്തതിന് അള്ളാഹു നിന്നെ ശിക്ഷിക്കുകയില്ല. അതെല്ലാം വാജിബുകൾക്കും ഹറാമുകൾക്കും ശേഷം വരുന്ന കാര്യമാണ്. ഈ ബോധം പ്രിയമുള്ളവരെ നമുക്ക് ആദ്യം ഉണ്ടായിരിക്കണം. അള്ളാഹു നിർബന്ധമാക്കിയത് കൃത്യമായി ചെയ്യാൻ, അള്ളാഹു ഹറാമാക്കിയത് ഒഴിവാക്കാൻ ഏറ്റവും ശ്രദ്ധിക്കുക. അത് എളുപ്പവുമാണ്. അള്ളാഹു തൗഫീഖ് നൽകിയാൽ അത് എളുപ്പമാണ്. അള്ളാഹു നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒന്നും അവൻ്റെ ദീനിൽ നിശ്ചയിച്ചിട്ടില്ല. അത് കഴിഞ്ഞാൽ സൽക്കർമ്മങ്ങൾ പ്രിയമുള്ളവരെ വർദ്ധിപ്പിക്കാൻ ഏറെ ശ്രദ്ധിക്കുക. നിർബന്ധമായ കർമ്മങ്ങളുടെ കൂടെ സുന്നത്തായ ഐച്ഛികമായ മുസ്തഹബ്ബാത്തുകൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക, അതുപോലെ സദഖകൾ വർദ്ധിപ്പിക്കുക. നോമ്പ് സാധിക്കുമെങ്കിൽ ദുൽഹിജ്ജയിൽ ആദ്യത്തെ 9 ദിവസവും നോമ്പെടുക്കാൻ സാധിച്ചാൽ വളരെ നല്ല കാര്യമാണ്, അങ്ങനെ ചെയ്യാം. അതുപോലെ പ്രിയമുള്ളവരെ, ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ അല്ലാഹുവിനെ ദിക്ർ ചെയ്യാനാണ്. ആ ദിക്ർ നമ്മെ ധാരാളം നന്മയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകും. തിന്മകളിൽ നിന്ന് തടയുന്ന നന്മയിൽ പിടിച്ചു നിർത്തുന്ന കാര്യമാണ് അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലികും വഅർഫഇഹാ ഫീ ദറജാതികും വഅസ്കാഹാ ഇൻദ മലീകികും وخير لكم من إنفاق الذهب والورق وخير لكم من أن تلقوا عدوكم فتضربوا أعناقهم ويضربوا أعناقكم. നബി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അല്ലാഹുവിങ്കൽ നിങ്ങളുടെ പദവികൾ ഉയരുന്ന, നിങ്ങൾക്ക് ഏറ്റവും പരിശുദ്ധി നേടിത്തരുന്ന, സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് പ്രതിഫലം നേടിത്തരുന്ന, യുദ്ധമുഖത്ത് രണാങ്കണത്തിൽ ശത്രുവിനെ ആയുധമായി കണ്ടുമുട്ടുകയും ആയുധവുമായി അവനെ നേരിടുകയും അവൻ നിങ്ങളുടെ പിറടിക്ക് വെട്ടുകയും നിങ്ങൾ അങ്ങോട്ട് അവന്റെ കഴുത്തിന് വെട്ടുകയും ചെയ്യേണ്ടി വരുന്ന യുദ്ധത്തെക്കാൾ ശ്രേഷ്ഠമായ കാര്യം ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. സഹാബത്ത് പറഞ്ഞു, അതേ നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ദിക്റുല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുക എന്നതാണ്.
ഒരു സഹാബി നബിയുടെ അരികിൽ വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഇന്ന ശറാഇഅ അൽ-ഇസ്ലാമി ഖദ് കഥറത് അലൈ ഫഅഖ്ബിർനി ബിശൈഇൻ അതശബ്ബതു ബിഹി. അബ്ദുല്ലാഹ് ഇബ്നു ബുസ്ർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരാൾ നബിയുടെ അരികിൽ വന്നിട്ട് ചോദിച്ചു, നബിയെ, ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ, ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങൾ എല്ലാം ഒരുപാടുള്ളതായി എനിക്ക് അനുഭവപ്പെടുകയാണ്. അത് ചെയ്യാൻ എനിക്ക് പ്രയാസം അനുഭവപ്പെടുകയാണ്. അതുകൊണ്ട് അതിനെല്ലാം പകരം നിൽക്കുന്ന ഒരൊറ്റമൂലി എന്നതുപോലെ എളുപ്പമുള്ള ഒരു പ്രവർത്തനം നബിയെ എനിക്ക് പഠിപ്പിച്ചു തന്നാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. നിന്റെ നാവ് അത് എന്നും അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട്, അവനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് പച്ച പിടിച്ചതായിരിക്കട്ടെ. നോക്കൂ, നിങ്ങൾ നാവിൽ എപ്പോഴും അള്ളാഹുവിനെ സ്മരിക്കുക, ഹൃദയം കൊണ്ട് സ്മരിക്കുക, നാവ് കൊണ്ട് സ്മരിക്കുക. ഇത് നന്മകൾ ഒരുപാട് നേടിത്തരുന്ന തിന്മകളിൽ നിന്ന് അകറ്റി നിർത്തുന്ന കാര്യമാണ്. അക്കാര്യം പ്രത്യേകം പ്രിയമുള്ളവരെ ഈ ദിനങ്ങളിൽ ശ്രദ്ധിക്കുക. അതുപോലെ ഈ ദിനങ്ങളിൽ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട ഇബാദത്തുണ്ട്. അതിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് ഉദ്ഹിയത്ത് എന്ന് പറയുന്നത്. ഉദ്ഹിയത്തിനു വേണ്ടി ഒരുങ്ങുക, ഉദ്ഹിയത്തിനു വേണ്ടി ഒരുങ്ങുക, അള്ളാഹുവിന് വേണ്ടി ബലിയറുക്കുക എന്ന ശ്രേഷ്ഠമായ കർമ്മം. പ്രിയ സഹോദരങ്ങൾ, ഇക്കാലത്ത് അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന, അതിനെക്കുറിച്ച് വിലയിടിച്ച് സംസാരിക്കുന്ന ചില വിവരദോഷികളുണ്ട്. അത്തരക്കാരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതിരിക്കുക. എപ്പോഴും ഈ റമദാൻ അവസാനം വന്നാലും, ഫിത്ർ സക്കാത്തിന്റെ സമയം വന്നാലും, ഉദ്ഹിയത്തിന്റെ സമയം വന്നാലും ഒക്കെ ചില വിവരദോഷികൾ വന്ന് പറയും, എന്തിനാണ് ഇങ്ങനെ കുറെ അറുത്തിട്ട്, അതിനു പകരം പാവങ്ങൾക്ക് പണം കൊടുത്താൽ പോരെ, പാവങ്ങൾക്ക് ആ വീട് വെച്ചു കൊടുത്താൽ പോലെ എന്നിങ്ങനെ പറയുന്നത് കാണാം. പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാനും അവർക്ക് അരി കൊടുക്കാനും അവർക്ക് പണം കൊടുക്കാനും എല്ലാം ഇസ്ലാമിൽ സംവിധാനമുണ്ട്. ഇത് ഇസ്ലാമിൽ ഒരു ഇബാദത്താണ്. അള്ളാഹുവിന് വേണ്ടി ബലിയറുക്കുക എന്നത് അള്ളാഹു നിശ്ചയിച്ച ഇബാദത്താണ്. അത് ഒഴിവാക്കാൻ പറയാൻ നീ ആരാണ്? അതിനെതിരിൽ സംസാരിക്കാൻ നിനക്കെന്ത് ന്യായമാണ്? ഒരാൾ പറയുകയാണ്, ആളുകളെ സഹായിച്ചാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ നിസ്കരിക്കുന്നത്? 5 നേരം നിസ്കരിക്കുന്ന സമയത്ത് പുറത്തുപോയി ജനങ്ങളെ സഹായിച്ചാൽ പോരെ, എന്തിനാണ് ഈ നോമ്പെടുക്കുന്നത്? ആ സമയത്ത് കുറെ നോമ്പിന് കഴിയാത്ത അധ്വാനമൊക്കെ അധ്വാനിച്ചിട്ട് ആളുകളെ സഹായിച്ചാൽ പോരെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അള്ളാഹു നിശ്ചയിച്ച ഇബാദത്ത് അത് ഇല്ലാതാക്കാൻ ഒരാൾക്കും അവകാശമില്ല. അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്താണ്. അവന് വേണ്ടി നീ ഒരു ബലിമൃഗത്തെ അറുക്കുക, അതിന്റെ രക്തം റബ്ബിന് വേണ്ടി ഒഴുക്കുക എന്നത് ശ്രേഷ്ഠമായ ഇബാദത്താണ്. ഫസല്ലി ലിറബ്ബിക വൻഹർ, നിസ്കാരത്തിന്റെ കൂടെ അള്ളാഹു ചേർത്ത് പറഞ്ഞ ഇബാദത്താണ്. നന്മകൾ ഏറ്റവും നന്നായി അറിയുന്ന, അതിലേറ്റവും താല്പര്യമുണ്ടായിരുന്ന നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി അള്ളാഹുവിന് വേണ്ടി ബലിയറുത്തിരുന്നു. നബിയുടെ ഹജ്ജത്തുൽ വദാഇൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? 100 ഒട്ടകങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബലിയറുത്തിരുന്നു. 63 എണ്ണത്തെ നബിയുടെ കയ്യാൽ അറുത്തു. ബാക്കിയുള്ളതിനെ അലി ഇബ്നു അബീ ത്വാലിബിനെ അറുക്കാൻ ഏൽപ്പിച്ചു. നബിക്കറിയില്ലേ സാധുക്കൾ ഉണ്ട് എന്ന്? അവർക്ക് ഭക്ഷണം കൊടുക്കലും വീടുണ്ടാക്കി കൊടുക്കലും പണം കൊടുക്കലും വലിയ കർമ്മമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ലേ? ആ കാലത്ത് പാവങ്ങളില്ലായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇബാദത്താണ്. അത് ഒഴിവാക്കാൻ പറയാൻ ഒരാൾക്കും ന്യായമില്ല. അത് അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്താണ്, അവരുടെ ആരാധനാ കർമ്മമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതിന് സാധിക്കുന്നവരെല്ലാം അതിനൊരുങ്ങുക, അലസത കാണിക്കാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മല്ലം യുദഹി ഫലാ യഖറബന്ന മുസല്ലാന, ഉദ്ഹിയത്ത് അറുക്കാത്തവൻ നമ്മുടെ മുസല്ലയിലേക്ക് വരണ്ട എന്നുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ സാധ്യമായവരൊക്കെ അതിൽ പങ്കുചേരുക. ഒരാടിനെ അറുക്കാൻ സാധിക്കുമെങ്കിൽ ഒറ്റക്കങ്ങനെ, അതിന് സാധിക്കുന്നില്ല, ഒരു മാടിന്റെ 1/7 പങ്കുചേരാനാണ് സാധിക്കുന്നത് എങ്കിൽ അങ്ങനെ. അതിന് നീയത്താക്കിയിട്ടുണ്ടോ എങ്കിൽ ദുൽഹിജ്ജ പിറന്നതു മുതൽ മുടിയോ ശരീരരോമങ്ങളോ നഖങ്ങളോ ഒന്നും നീക്കം ചെയ്യാതിരിക്കുക. അള്ളാഹുവിന് വേണ്ടിയുള്ള ഇബാദത്താണ്. റബ്ബ് പറഞ്ഞു, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അതിന്റെ മാംസമോ രക്തമോ അള്ളാഹുവിൽ എത്തുന്നില്ല, നിങ്ങളുടെ തഖ്വയാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് റബ്ബിന് വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. നമ്മൾ പള്ളിയിൽ ഇത്ര മാടിനെ അറുക്കുന്നുണ്ട്, നമ്മൾ ഇത്ര ആടിനെ അറുക്കുന്നുണ്ട് എന്നിങ്ങനെ ആളുകളോട് പൊങ്ങച്ചം പറയാനോ ആളുകളെ കാണിക്കാനോ അല്ല, അള്ളാഹുവിന് വേണ്ടി അവന്റെ തൃപ്തി നേടാൻ ആണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ ധാരാളമായി അങ്ങേയറ്റത്തെ ശ്രദ്ധയോടെ പരിശ്രമിക്കുക. അള്ളാഹുവിനോട് അതിനു വേണ്ടി ദുആ ചെയ്യുക. റബ്ബ് നമ്മെ അതിന് സഹായിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين واقض الدين عن المدينين واشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. اللهم لا تسلط علينا من لا يرحمنا
اللهم لا تسلط علينا من لا يرحمنا، اللهم لا تسلط علينا من لا يرحمنا. توفنا مسلمين وألحقنا بالصالحين. وصلى الله وسلم وبارك وأنعم على نبينا محمد وعلى آله وأصحابه أجمعين.